ഓർക്കിഡ്സ് ഡെയിലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫലനോപ്സിസ് ഓർക്കിഡിൻ്റെ പുതിയ ഒരു പോട്ടിംഗ് രീതിയെക്കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫലനോപ്സിസ് പോട്ട് ചെയ്യാൻ എടുക്കുന്ന പോട്ട് സാധാരണ ഇതുപോലെ ഇങ്ങോട്ട് കാണിച്ചോളൂ. ഇതുപോലുള്ള ഹോളുള്ള പോട്ടാണ് മുമ്പൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. ഞാനും അങ്ങനെ തന്നെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വലുതായി ഒരു റീപോർട്ട് ചെയ്തിപ്പോൾ ഒരു 3-3.5 വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ്. പക്ഷെ ഇത് ഇനി റീപോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ വേരുകളെല്ലാം ഈ പോട്ടിൽ ആകെ കെട്ട് വാങ്ങി കിടക്കുന്ന കാരണം ഇതൊന്ന് എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ പണി കഴിയും. അപ്പോൾ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ പോട്ട് ചെയ്യേണ്ടത് ഇതുപോലുള്ള പോട്ടിലാണ്. ഇതിൽ പോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ചകിരി ഉപയോഗിക്കരുത്. അപ്പോൾ വെള്ളം വല്ലാതെ കെട്ടി നിൽക്കും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് കരിയും അതുപോലെ തന്നെ നമ്മുടെ ക്ലേ ബോൾസും ആണ്. അപ്പോൾ അതിൽ ഒരു 50% നമ്മുടെ പോട്ടിൻ്റെ എത്ര പോട്ട് ഇതിൻ്റെ മിക്സ് വേണമെങ്കിൽ അതിൻ്റെ 50% കരി എടുക്കുക, 50% നമ്മുടെ ക്ലേ ബോളും, വേറെ ഒന്നും ഇടുന്നു. അപ്പോൾ ഈ ക്ലേ ബോൾ ഉണ്ടാകുമ്പോൾ ഇതിൽ ഈ വാട്ടർ റീറ്റെയിൻ ചെയ്യാനുള്ളൊരു കഴിവ് ഈ ക്ലേ ബോളിനുള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഉള്ളൊരു ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കില്ല. മാത്രമല്ല എയറേഷൻ നന്നായിട്ട് കിട്ടും. എന്നുവെച്ചാൽ ഇതിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഹോൾസ് വരണ കാരണം എയറേഷൻ നന്നായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് ഈ കിട്ടിയത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് പോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാന്റ് ഞാനിത് ഒരു 10 മിനിറ്റായിട്ട് നമ്മുടെ സാഫിൽ മുക്കി വെച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതാണ് നമ്മൾ പോട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പോട്ടിൽ കുറച്ച് ഈ മിക്സ് ഇടുന്നു. ഇട്ടതിന് ശേഷം നമ്മൾ പ്ലാന്റ് ഇതിൽ വെക്കുന്നു. പ്ലാന്റ് ശരിക്ക് 2 തരത്തിൽ പറയും. അതായത് ഇത് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രൗണ്ടിൽ വെള്ളം കെട്ടി നിൽക്കില്ല എന്ന് പറയാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ ക്രൗണ്ടിലൊന്നും വെള്ളം വീഴാതെ നോക്കി വാട്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ നിർത്താം. നേരെ നിർത്തിയിട്ട് കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പോട്ടിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഉള്ളവർ ചെയ്താൽ മതി. ഈ മോസ് ഞാൻ കാൽസ്യം നൈട്രേറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള മോസാണിത്. ഇതിൻ്റെ ഒരു ലെയർ മുകളിൽ ചെറുതായിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല വേനലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചെറിയൊരു ഈർപ്പം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മോസ് ഇതിൻ്റെ മുകളിൽ കടഭാഗം ചേർത്ത് ഒരു സ്വല്പം വെച്ച് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇതിലെ ഒരു ചെറിയൊരു ഈർപ്പം നിലനിൽക്കും. അത് ഉള്ളവർ ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യണത്. സാധാരണ നമ്മൾ മഴക്കാലത്തൊന്നും ഇല്ല. മഴക്കാലം വലിയ ശക്തിയായിട്ട് ഉള്ള മഴ വരുന്ന സമയമൊക്കെ ആകുമ്പോൾ മെല്ലെ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യാം. പിന്നെ ക്ലേ ബോൾസൊക്കെ ഉപയോഗിക്കുമ്പോൾ ക്ലേ ബോൾസ് റീപോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ക്ലേ ബോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു മെച്ചം. കാരണം വെച്ചാൽ അത് നമ്മൾ കാൽസ്യം നൈട്രേറ്റിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് പോട്ടിങ്ങിന് ഉപയോഗിക്കാം. ഇനി കേടായി പോകാനൊന്നുമില്ല. അതാണ് ഇതിൻ്റെ. പിന്നെ ഇനി നമ്മളിപ്പോൾ ഇങ്ങനെ പോട്ട് ചെയ്ത സ്ഥിതിക്ക് ഒരു ദിവസം വെള്ളം നനയ്ക്കണ്ട. ഒരു ദിവസം വെള്ളം നനയ്ക്കാതെ വയ്ക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നനയ്ക്കുക. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ ഇതിപ്പോൾ വലിയ മെച്യൂർ പ്ലാന്റ് അല്ല, അതുകൊണ്ട് 30-10 ആഴ്ചയിൽ 2 തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക NPK. അതുപോലെ തന്നെ
ഞാനിവിടെ ഇത് ഈ നാനോ DAP മാസത്തിൽ 2 തവണ 15 ദിവസം കൂടുമ്പോൾ നാനോ DAP 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി വീതം റേഷ്യോ വെച്ച് ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നല്ല ഗുണം ചെയ്യുന്നുണ്ട്. DAP നാനോ DAP അതുപോലെ തന്നെ ഒരു 15 ദിവസത്തെ ഗ്യാപ്പിലാണല്ലോ ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് തിരിച്ചുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു മാസത്തിൽ 2 തവണ ഈ നാനോ യൂറിയ ഇത് രണ്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റൊക്കെ നല്ല പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സമയമുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ലീഫ് ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഈ ലീഫ് നമ്മുടെ ഒന്നുകിൽ നമ്മുടെ വേപ്പെണ്ണ ഡയലൂട്ട് ചെയ്തിട്ട് അത് മുക്കിയിട്ട് തുടച്ചാലും മതി. അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 5 മില്ലി ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി എടുത്തിട്ട് നന്നായി ഡയലൂട്ട് ചെയ്തിട്ട് അത് മുക്കിയിട്ട് തുടയ്ക്കുന്നത് നല്ലതാണ്. ഈ ഫോട്ടോസിന്തസിസ് നടക്കാൻ ഈ ലീഫിൻ്റെ മുകളിലുള്ള പൊടികൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് വളങ്ങളും ഒന്നും വലിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ മണ്ണിലല്ല നമ്മൾ ഈ ഓർക്കിഡ് വയ്ക്കണേ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് ഈ ഓർക്കിഡിന് കിട്ടാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് വളങ്ങൾ വലിച്ചെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ, ഈ പോട്ടിങ് ഈ കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ഫലനോക്സിസിൻ്റെ പോട്ടിങ്ങും അതിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ വളപ്രയോഗവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്കത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.